ആരോഗ്യ പരിപാലന രംഗത്ത് ഏതാനും അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒന്നാണ് സംഗീത ചികിത്സ എന്ന് പറയുന്നത്, മ്യൂസിക് തെറാപ്പി. ഒരുപക്ഷെ പഴയകാലം തൊട്ടേ അത്തരത്തിലുള്ള ചികിത്സാവിധികൾ നിലവിലുണ്ടായിരുന്നിരിക്കാം. എന്നാലും ജനശ്രദ്ധയിലേക്ക് കൂടുതൽ പ്രചാരമേറി ആ ചികിത്സാവിധി നിവർത്തിക്കപ്പെടുന്നത് സമീപകാലത്തായിട്ടാണ്. സംഗീത ചികിത്സ കൊണ്ട്, മ്യൂസിക് തെറാപ്പി കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ശരീരത്തിൻ്റെ ആകുലതകളെയാണ്. അതോടൊപ്പം തന്നെ ആ സംഗീതത്തെ ആത്മാവിലേക്ക് നിവേശിച്ചെടുക്കുക വഴി ഒരു വിമലീകരണം കൂടി നമുക്ക് നടത്തുവാൻ കഴിയും. അവിടെ അത് സംഗീതമെന്ന് പറയുന്നത് മനസ്സിന്, ആത്മാവിന് സുഖശാന്തി നൽകുന്ന, സുഖപ്രാപ്തി നൽകുന്ന മറ്റൊരു ധ്യാന തപസ്യയായി മാറുന്നു. സംഗീതം ചികിത്സയാണ്, സംഗീതം സാന്ത്വനമാണ്, സംഗീതം സ്നേഹമാണ്, സംഗീതം സൗന്ദര്യമാണ്. ഇതെല്ലാമായിരിക്കെ തന്നെയും സംഗീതം ജഗന്നിയന്താവിനുള്ള, പരമകാരുണികനായ സൃഷ്ടാവിനോടുള്ള ആത്മസമർപ്പണമാണ്, പ്രാർത്ഥനയാണ്. ആദിയും വ്യാധിയും ഇവിടെ നിന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിൽ വന്ന് എഴുന്നള്ളിയ സെബസ്ത്യാനോസ് പുണ്യവാളനെക്കുറിച്ചുള്ള സ്തോത്ര കീർത്തനങ്ങൾ പ്രത്യേകിച്ചും തീരദേശ സംസ്കൃതിയുടെ ഭക്തിധാരയിൽ ഏറെ ആലപിക്കപ്പെട്ടവയാണ്. എൻ്റെ സഹോദരസ്ഥാനീയനായിരുന്ന അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരങ്കണി മ്യൂസിക്സിന് വേണ്ടി അർത്തുങ്കൽ പുണ്യവാളനെക്കുറിച്ച്, അർത്തുങ്കൽ പള്ളിയുടെ പരിവർത്തനത്തിലുള്ള ഭക്തി സംബന്ധമായ കഥകളെക്കുറിച്ച് ഒരു സംഗീത ആൽബം ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടു. അദ്ദേഹം അതിൻ്റെ കമ്പോസിങ്ങുമായി താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ സന്ദർഭവശാൽ മറ്റൊരു മുറിയിൽ ഞാനുമുണ്ടായിരുന്നു. വൈകുന്നേരം എന്നെ കാണാൻ വന്ന ജോൺസൺ വളരെ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് പറഞ്ഞു, സെബസ്ത്യാനോസ് പുണ്യവാളനെക്കുറിച്ച് ഒരു പുതിയ പാട്ടിന് മനസ്സൊരുങ്ങുമ്പോഴൊക്കെ എൻ്റെ ഗുരുനാഥനായ ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന വയലാറിൻ്റെ അനശ്വര ഗാനങ്ങൾ അർത്തുങ്കൽ പള്ളിയിലെ ദിവ്യ തേജസ്സിനെ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ കാറ്റിനോടൊപ്പം ഇപ്പോഴും സജീവമായി നിലതുള്ളി നിൽക്കുന്നതാണ് എൻ്റെ മനസ്സിൽ തികട്ടി വരുന്നത്. അതിനെ മറികടന്നുകൊണ്ട്, അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും സ്വയം മുക്തനായിക്കൊണ്ട് ഒരു ഗാനം ഒരുക്കുക എന്നുള്ള വെല്ലുവിളിയുടെ ഒരു സമ്മർദ്ദത്തിലാണ് ഞാനെന്നുള്ളത്. ഒരുപക്ഷെ വയലാർ ദേവരാജൻ ദ്വയം മലയാളിക്ക് പകർന്നു നൽകിയിട്ടുള്ള ഭക്തിഗാന സുധയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു പൊൻതൂവലാണ് അന്ന് ഒരു ഗുരുവിൻ്റെ മുമ്പിലുള്ള കാണിക്ക പോലെ തൻ്റെ വാക്കുകൾ കൊണ്ട് ജോൺസൺ അവിടെ പ്രകാശിപ്പിച്ചത്. ഉദയായ്ക്ക് വേണ്ടി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് നിർമ്മിച്ച പേൾ വ്യൂ എന്ന ചിത്രത്തിലാണ് യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഭക്തി നിഷ്യന്തിയായ ഈ മനോഹര ഗാനമുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് സെലിനും ജിനുവും. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ
അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, ആദിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, അംഗങ്ങളത്രയും ഞങ്ങളെ രക്ഷിക്കാൻ അമ്പുകൾ കൊണ്ട് മുറിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാരിലെ ധന്യയാം മാതാ മറിയമേ, കാത്തരുളിയിടുക ഞങ്ങളെ, മാതാവേ മറിയമേ വാഴുക എന്നാരംഭിക്കുന്ന മനോഹരമായ ഒരു ആരാധനാ ഗീതമുണ്ട്. കെ തങ്കപ്പൻ മാസ്റ്റർ എന്ന തലമുറകളെ നൃത്തച്ചുവടുകൾ അഭ്യസിപ്പിച്ച കലാകാരനായിരുന്ന ചലച്ചിത്രകാരൻ നിർമ്മിച്ച സംവിധാനം ചെയ്ത ലൂർദ് മാത എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് പരവൂർ ജി ദേവരാജനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. ഇവിടെ നമുക്ക് വേണ്ടി സെലിനും ജിനുവും ആ ഗാനം ആലപിക്കുന്നു. മാതാവിൻ്റെ അപദാനങ്ങൾ വാടിപ്പൊഴുത്തുമ്പോൾ ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ സംസ്കൃതിയോട് ഏറെ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ വാഴുക 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 എന്ന പദം നിരവധി തവണ ഈ ഗാനത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അത് ഈ ചിത്രം മലയാളത്തിൽ മാത്രമായി നിർമ്മിക്കപ്പെട്ടതല്ല, തമിഴും തെലുങ്കും അടങ്ങുന്ന അന്യഭാഷാ വിപണി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് എന്നതിൻ്റെ പേരിൽ അതിന് നൽകിയ ഈണത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഗാനരചയിതാവ് നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ പ്രത്യക്ഷമാണ്. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിയേക്കാൾ നന്നായി മലയാളം സ്വായത്തമാക്കിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക മാധുരി അമ്മയാണ് ഈ ഗാനം ചലച്ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്. പാരിലെ ധന്യയാം മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. പാരിലെ ധന്യയാം മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. ഭൂമിയിൽ സ്വർഗരാജ്യം വരുവാനായി അഗ്നിടയനെ പെറ്റ മാതാവേ, വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. ഭൂമിയിൽ സ്വർഗരാജ്യം വരുവാനായി
മാറിയേ. തായേ നിന്നാജ്ഞയിൻ നേർവഴി തന്നിൽ എന്നും വരുവാനായി നീ കനിഞ്ഞിടൂ. വാഴ്ക 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 മാറിയേ, വാഴ്ക 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 മാറിയേ. പാരിലെ ധന്യയാം മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ്ക 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 മാറിയേ, വാഴ്ക 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 മാറിയേ. പാരിലെ ധന്യയാം മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ്ക 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 മാറിയേ, വാഴ്ക 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 മാറിയേ. പാരിലെ ധന്യയാം മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ്ക 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 മാറിയേ, വാഴ്ക 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 മാറിയേ. മലയാളത്തിൻ്റെ സാമൂഹ്യ വിചാരണാസമമായ ആഖ്യായികൾ കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന നോവലിസ്റ്റുകളിൽ ഒരാളാണ് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്ന പേരിൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. ഇതിനെല്ലാം ഇടയിലും തീരദേശ ഭൂമിയിലും കുട്ടനാടൻ പാടശേഖരങ്ങൾക്കിടയിലെ തുരുത്തുകളിലും ജീവിതത്തിൻ്റെ ആ മഹാമേലാപ്പിന് കീഴിലുള്ള ഭൂവിടങ്ങളിലുമെല്ലാം അദ്ദേഹം തീർത്തു വെച്ച ശില്പങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. വളരെ കുറച്ച് കഥകളാണ് അദ്ദേഹം ക്രൈസ്തവ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളത്. അവയിൽ ഏറെയൊന്നും സാഹിത്യകൃതി എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഇതിവൃത്തമാണ് ചുക്ക് എന്ന പേരിൽ മഞ്ജുലാസിന് വേണ്ടി ശ്രീ എം ഒ ജോസഫ് KS സേതുമാധവൻ്റെ സംവിധാനത്തിൽ ചലച്ചിത്രമാക്കിയത്. ആ ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി G. ദേവരാജൻ ഈണം പകർന്ന ഒരു ഗാനമാണ് നാം ഇനി കേൾക്കുവാനിരിക്കുന്നത്. P. മാധുരിയാണ് ആ ഗാനം ആലപിച്ചത്. വെള്ളിക്കുരിശ് വലങ്കയ്യിൽ ഉയർത്തി ഒരു വെള്ളിയാഴ്ച രാവിൽ, ദുഃഖവെള്ളിയാഴ്ച രാത്രി, നിൻ്റെ വിശുദ്ധമായ മഠത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആദരവിൻ്റെ പ്രണാമസന്ധിയിൽ അവിടെ ഉരുകി ജ്വലിച്ച് സ്വയം കുരുതിയാകുന്ന ഒരു മെഴുകുതിരി നാളമാണ് ഞാൻ എന്ന സമർപ്പണത്തിൻ്റെ സുവിശേഷമാണ് ഈ ഗാനസന്ദർഭത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതിയത്. അതിന് വളരെ വ്യത്യസ്തമായ ഒറ്റക്കേൾവിയിൽ അതൊരു ഹൈന്ദവ ഭക്തികാരത്തിൻ്റെ പ്രതീതി നമ്മൾ ഉണർത്തുമാറുള്ള വളരെ സെക്കുലറായ ഒരു ക്രൈസ്തവ ഗാനത്തിൻ്റെ രീതി സമ്പ്രദായങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഈണ മട്ടത്തിൽ സംഗീതം പകർന്നു ദേവരാജൻ മാസ്റ്റർ. വലം കൈയിലുയർത്തി വെള്ളിയാഴ്ച രാത്രി, ദുഃഖവെള്ളിയാഴ്ച രാത്രി, നിന്റെ കന്യാമഠത്തിൽ മുട്ടുകുത്തുന്നൊരു കണ്ണുനീർ തിരി ഞാൻ. വെള്ളിക്കുരിശു വലം
കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അഭയം തരൂ എന്ന് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് കെഞ്ചുന്ന സൃഷ്ടിയുടെ ഹൃദയധാര നാം അടുത്ത കാലത്ത് സമീപകാലത്ത് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഭക്തിഗാനങ്ങളിലൊന്നാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന സഹോദരസ്ഥാനീയനായ ഗാനരചയിതാവ്, കവി കാണുമ്പോഴൊക്കെ മനസ്താവപ്പെട്ട് പറയാറുണ്ടായിരുന്നു, പി ഭാസ്കരൻ്റെയും വയലാർ രാമവർമ്മയുടെയും ONV-യുടെയും എല്ലാം ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ കൊതിതീരെ കേട്ട് മനസ്സിലയവിറക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഓരത്ത് നിന്നുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ ഭക്തിഗാനം എഴുതുവാനുള്ള സന്ദർഭം എന്താണ് എന്നെ തേടി വരാത്തതെന്ന്. അങ്ങനെ ഒരു സന്ദർഭം അദ്ദേഹത്തിന് തേടി ഒരുക്കി കൊടുത്തത് തൻ്റെ കന്നിച്ചിത്രത്തിലൂടെ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നതാവട്ടെ വിദ്യാസാഗർ എന്ന സംഗീതകാരനുമാണ്. KS ചിത്രയും യേശുദാസുമാണ് ഈ ഗാനം സിനിമയ്ക്ക് വേണ്ടി ആലപിച്ചത്. ഇവിടെ നമുക്ക് വേണ്ടി സെലിൻ ഈ ഗാനം പാടുന്നു. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണമേ.
അന്തരിച്ച ചലച്ചിത്ര കലാപകാരിയും സംവിധായകനുമായിരുന്ന ജോൺ അബ്രഹാമിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയ ചങ്ങാതി കൂടിയായിരുന്ന സംവിധായകൻ പവിത്രൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു പ്രസ്താവമുണ്ട്. ജോണ് തെറ്റായ മാധ്യമമാണ് ആത്മപ്രകാശനത്തിന് തിരഞ്ഞെടുത്തതെന്ന്. 100% സത്യമായിരുന്നു. ഒരു ചലച്ചിത്രകാരനാവുക എന്ന് പറയുമ്പോൾ ഒരാശയം, അതിൻ്റെ ദൃശ്യ പ്രതിപാദനം ആത്മാവിൽ ഉയർന്നു വന്നു കഴിഞ്ഞ് അത് കടലാസിലെഴുതി ഛായാഗ്രഹകൻ്റെ മനസ്സിൽ നിവേശിപ്പിച്ച് അഭിനേതാക്കളെ മുന്നിൽ നിർത്തി അവരിലൂടെ പ്രകാശിപ്പിച്ചെടുത്ത് ആ പ്രക്രിയയുടെ സങ്കീർണത അദ്ദേഹത്തെ എന്നും അലോസരപ്പെടുത്തിയിരുന്നു. പവിത്രം പറയുന്നത് സംഗീതമായിരുന്നു ജോൺ അബ്രഹാം തിരഞ്ഞെടുത്ത തൻ്റെ നിയോഗ വഴിയെങ്കിൽ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു എന്നാണ്. സംഗീതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു എന്ന് പറയുവാൻ പവിത്രനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ വിഹായസിൽ പ്രജയും പ്രജാപതിയും ഒരാൾ തന്നെയാണെന്നുള്ളതാണ്. മറ്റൊരാളുടെ ആനുകൂല്യം തേടിക്കൊണ്ടല്ല സംഗീതകാരൻ്റെ ആത്മപ്രകാശനം എന്ന് പറയുന്നത്. ഈണങ്ങളുടെ ഒരു പിൻബലമുണ്ടാകാം, അതോടൊപ്പം വരികളുടെ ഒരു ഗരിമ ഇടചേരാം. ഇതെല്ലാമായിരിക്കും ആത്മാവിൽ നിന്ന് ചൊരമാന്തി പ്രകാശിതമാകുന്ന ശബ്ദധ്യാനത്തിനുള്ള, ശബ്ദപ്രകാശന സബരിക്കുള്ള ഉപകരണങ്ങളും അത് ആകാശവിഹായസിൽ കാലത്തിൻ്റെ അതിരുകളോളം പറക്കുന്നതിന് അതിനെ പ്രാപ്തമാക്കുന്ന അതിൻ്റെ ചിറകുകളും ആണ് ഈണവും വരിയും. സംഗീതമെന്ന് പറയുന്നത് ഗായകൻ്റെ, സംഗീതകാരൻ്റെ ആത്മാവിൻ്റെ വീർപ്പുകളുടെ പ്രതിസ്പന്ദനങ്ങളാണ്. അതുകൊണ്ടാണ് സംഗീതം ആത്മാവിൻ്റെ ലിപികളിലൂടെ സംവദിക്കുന്നു എന്ന് ബീഥോവൻ അടക്കമുള്ള എല്ലാ സംഗീതകാരന്മാരും സ്വന്തം പ്രാർത്ഥനാ നിയോഗം പോലെ സ്വയം നിവർത്തിച്ച അവരുടെ ആലാപന സംസ്കൃതി കൊണ്ട് കാലത്തിൻ്റെ താളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ